എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. മനുഷ്യനെ എപ്പോഴും അലട്ടുന്നൊരു കാര്യമാണ് ഈ നഷ്ടബോധം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, എൻ്റെ കയ്യിൽ ഇത്രയും സ്വത്തുണ്ടായിരുന്നു, ഇത്ര ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിലൊന്നുമില്ല. അതാലോചിച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് അത് എപ്പോഴും കടന്നു വരും. അയ്യോ, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ ഏകനായി, എൻ്റെ കൂടെ ആരുമില്ല, അല്ലെങ്കിൽ ഞാനൊരു ദരിദ്രനായി മാറി, എൻ്റെ കയ്യിൽ പൈസയില്ല. ആ ചിന്തകൾ, നഷ്ടപ്പെട്ടതിലുപരി ഈ നഷ്ടപ്പെട്ടതിനെ പറ്റി ചിന്തിച്ചിട്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിലൂടെ നമുക്ക് പിന്നെയും പല നഷ്ടങ്ങളുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ അത് ആലോചിച്ച് വിഷമിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇത്രയും ചിന്തിച്ച് മനസ്സിനെ അസ്വസ്ഥമാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം, ഒരു നഷ്ടപ്പെട്ട സ്വത്തോ മറ്റോ തിരിച്ചു വരുന്നുണ്ടോ? തിരിച്ചെടുക്കാൻ നിങ്ങൾക്കാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് ആലോചിച്ചിട്ട് വിഷമിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സ്നേഹമുള്ള വളരെ സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടായിരുന്നു. അവളിപ്പോൾ എന്നെ വിട്ടുപോയി. ഒരുപക്ഷെ നമ്മൾ വിട്ട് ബന്ധം വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്ന ഭാര്യമാരായിരിക്കാം. അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ട്, ഈ ലോകം തന്നെ വിട്ട് പോയി, മരിച്ചുപോയി. ആ അവസ്ഥയിൽ നമുക്ക് സങ്കടം വരാം. അല്ലെങ്കിൽ മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഓണം വരെ അല്ലെങ്കിൽ വിഷു വരെ നമ്മളത്ര അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിച്ചു. ഇന്ന് അവരൊന്നും നമ്മളോടൊപ്പമില്ല, അവരൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് വിഷമിക്കുന്ന ആ ഒരവസ്ഥ. അതിനാണ് ഈ നഷ്ടബോധം എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, എനിക്കിപ്പോൾ വയസ്സായി, കാണാൻ ആ സൗന്ദര്യമൊന്നുമില്ല, പക്ഷേ ഒരു കാലത്ത് ഞാൻ വളരെ സുന്ദരനായിരുന്നു, ഒരുപാട് പെൺസുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആരാധികമാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു. ഇപ്പം എനിക്ക് പാടാൻ പറ്റുന്നില്ല, അഭിനയിക്കാൻ പറ്റിയ ആ ഒരു പ്രായമല്ല, ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ റോളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സുന്ദരമായി ഉണ്ടായിരുന്ന മുടി നഷ്ടപ്പെട്ടു, ടാലൻറ്റ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളോടൊപ്പം അന്നുണ്ടായിരുന്ന ആ ഒരു നാടക സംഘം നമ്മളെ കൂട്ടത്തിൽ ഇപ്പം ഇല്ല, ഇനിഷ്യേറ്റീവ് എടുക്കാൻ ആൾക്കാർ റെഡിയല്ല. അപ്പോൾ ആ നഷ്ടപ്പെട്ട സൗന്ദര്യം, നഷ്ടപ്പെട്ട നമ്മുടെ സൗകര്യങ്ങൾ, ആ ഒരു സാഹചര്യം, അതുമാത്രം നമ്മൾ ആലോചിച്ചിട്ട് ഇന്ന് നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കയറിയ അല്ലെങ്കിൽ പടുത്തുയർത്തിയ ആ ഒരു സ്ഥാനം, ആ ഒരു വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഇന്നത്തെ അവസ്ഥയിൽ സന്തോഷിക്കാതെ, സ്ഥിരമായിട്ട് നമ്മൾ ആ കഴിഞ്ഞ കാലഘട്ടത്തെ മാത്രം ആലോചിച്ചുകൊണ്ട് ദുഃഖിച്ച്, പിന്നെയും നമ്മുടെ ശരീരവും അതുപോലെ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട്, ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുത്തി, ആ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, സ്ഥിരമായിട്ട് നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്, ഏതോ ഒരു വസ്തുവിന് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ നമ്മൾ ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, അത് ശരിക്കും വലിയൊരു വിഡ്ഢിത്തമല്ലേ? ഇനി എന്തുണ്ട്? ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വെട്ടിപ്പിടിക്കാൻ പറ്റുമോ? എങ്കിൽ ഈ ആലോചനകൾക്ക് ഒരു അടിസ്ഥാനമുണ്ട്, ഒരു അർത്ഥമുണ്ട്. നമുക്കതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്തിനാണ് അത് ആലോചിച്ച് ദുഃഖിക്കുന്നത്? അതേസമയം അതൊന്നുമില്ലെങ്കിലും ഇന്ന് നമ്മളോടൊപ്പമില്ല ആ ഒരു സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചിട്ട്, പണമാണെങ്കിൽ പണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം, അതാലോചിച്ചിട്ട് നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ നമ്മൾ നന്നായിരിക്കും, നമ്മുടെ ആരോഗ്യവും വളരെ
മനോഹരമായിരിക്കും. നമുക്ക് ഉറക്കം വരും. അങ്ങനെ ആലോചിച്ച് നമ്മളൊരു നൈരാശ്യത്തിലേക്ക് പോകുന്ന അവസ്ഥ വരില്ല. സുഖം, സന്തോഷം, എല്ലാ വസ്തുക്കളിലും നിങ്ങൾക്ക് സൗന്ദര്യം കാണാൻ പറ്റും. പ്രകൃതിയിലൊക്കെ നിങ്ങൾക്ക് മനോഹരമായിട്ട് ലയിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് സന്തോഷിക്കുകയാണ് ഈ സമയത്ത്. അതൊന്നുമില്ലാതെ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ട് വീണ്ടും നമ്മളൊരിക്കലും പോകാൻ പാടില്ല. അതൊക്കെ നമ്മുടെ ഒരു നൈരാശ്യത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്ന അല്ലേ ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊന്നും നമുക്ക് നേടിത്തരാൻ പോകുന്നില്ല. നേട്ടങ്ങൾ അത്രേ ഉള്ളൂ. കാരണം ഇതുവരെ നമ്മൾ നേടിയ ആ സന്തോഷം അതെല്ലാം നമ്മൾ ഒന്ന് ആലോചിക്കണം. നമ്മളെല്ലാം ഇവിടെ നിന്ന് നേടിയതാണ്. നമ്മൾ വരുമ്പോൾ ആ സന്തോഷങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലേ. ഒരു സംഭവം നമ്മൾ കൊണ്ടുവന്നതല്ല. എല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നതാണ്. അത് ആ സമയം കഴിഞ്ഞപ്പോൾ അതൊക്കെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കും ഓരോന്നായിട്ട്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്, തിരിച്ചറിയേണ്ടതാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെയായിരിക്കും. ഇത്രയും പ്രായമാകുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ശരീരത്ത് നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കാണും. നമ്മുടെ തലച്ചോറിലൊക്കെ ഈ പ്രായം ഒരുപാട് ബാധിക്കും. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തു ചെയ്യണം? ഈ പ്രായത്തിലുള്ള ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കാം? അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ ചെയ്യുന്ന എന്തെങ്കിലും നമുക്ക് ശരീരത്തിനും മനസ്സിനൊക്കെ ദോഷകരമായ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. മദ്യപാനമോ പുകവലിയോ അല്ലെങ്കിൽ അമിതമായ ഇതുപോലെ ചിന്തിച്ചിരുന്നിട്ട് മനസ്സിനെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് ആരോഗ്യവും ഉള്ള സൗന്ദര്യവും ഒക്കെ നഷ്ടപ്പെട്ടു വരാം. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മളുള്ള അവസ്ഥയിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്രമാത്രം നമ്മളെ സുന്ദരമാക്കാൻ പറ്റും, ഈ കിട്ടുന്ന ഇപ്പോഴുള്ള സാഹചര്യം പ്രസൻറ്റ് കണ്ടീഷനിൽ ഉള്ള ആ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അത് ചിന്തിച്ചിട്ട് അതിലൂടെ പോവുകയാണെങ്കിൽ നമുക്കൊരുപാട് നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കാൻ പറ്റും. അതിനാണ് പണ്ടുള്ളവർ പറയുന്നത് അറിവ് മാത്രം പോരാ. അറിവുകൾ നേടുന്നുണ്ട്, പല വിധത്തിൽ നമുക്ക് അറിവുകളുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ അറിവുകളൊക്കെ പരിമിതമായിരിക്കും. ഒരുപക്ഷെ അതൊന്നും പ്രയോജനപ്പെട്ടില്ല എന്നും വരാം. എങ്കിൽ അതൊക്കെ മറന്നിട്ട് നമുക്ക് ഉള്ള സാഹചര്യം വെച്ച്, ഉള്ള കഴിവ് വെച്ചിട്ട് നമ്മളെ എങ്ങനെ മനോഹരമാക്കാം, അല്ലെങ്കിൽ ആ ഇപ്പോഴുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ലെൻസൊന്നും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പര്യാപ്തമല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രമം വേണം പുതിയ അറിവുകൾ നേടാൻ. അറിവുകളും അതുപോലെ തിരിച്ചറിവ്, നമ്മളെന്താണ്, നമ്മുടെ ലിമിറ്റേഷൻ. എന്തായാലും ഒരു പ്രായം കൂടുമ്പം, ഒരു സീനിയർ സിറ്റിസൺ ആകുമ്പം നമ്മുടെ ഒരു ആരോഗ്യത്തിനും നമ്മുടെ പ്രവൃത്തികൾക്കും ഒരു പരിധി വരും. പിന്നെ കഠിന പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ കഠിനമായിട്ട് പല കാര്യങ്ങളും പരിശീലനമൊക്കെ ചെയ്തിട്ട് നമ്മൾ നേടുന്നുണ്ട്, അത് കാര്യം വേറെ. അത് നമുക്ക് അതിൻ്റെതായുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ അവസരത്തിൽ ഈ ഒരു ചുറ്റുപാടിൽ, ഈ സാഹചര്യത്തിൽ എനിക്ക് എന്തായിട്ട് ചെയ്യാൻ പറ്റും, ബെസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ച് നോക്കും. എന്നിട്ട് അതിലേറ്റവും ബെസ്റ്റാവാൻ ശ്രമിക്കാം. കഴിഞ്ഞതിനെ പറ്റി ആലോചന വിട്ടിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് എന്ത് സാധിക്കും അത് ചെയ്തിട്ട് അതിൽ വിജയം കണ്ടെത്തി അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക. അതിൽ മാക്സിമം ചെല്ലുക. ഒരുപക്ഷെ ഇപ്പം നമ്മളെ ഏറ്റവും വലിയ ഗായകൻ നമ്മൾ കണ്ടെത്തിയ നമ്മളെ മനസ്സിലുള്ള ഗാനഗന്ധർവൻ യേശുദാസ് ഒരു പ്രായത്തിൽ ഒരു കാലഘട്ടത്തിൽ പാടിയ പല പാട്ടുകളും ഒരുപക്ഷെ അതേ പാട്ട് അദ്ദേഹത്തിന് ഇപ്പം പാടാൻ പറ്റിയില്ല എന്ന് വരും. അത് കേൾക്കുന്നവർക്കും പാടുന്നവർക്കും ഒക്കെ അറിയാം, മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതൊക്കെ വിട്ടിട്ട് പണ്ട് പാടിയ ആ പാട്ട് കേൾക്കുമ്പോൾ ഇത് ഞാൻ പാടിയ പാട്ടാണല്ലോ ആ പ്രായത്തിൽ ഇത്ര ഹിറ്റായ പാട്ട് എന്ന് ആലോചിച്ചാൽ തന്നെ നിർവൃതി കൊള്ളുന്ന ഒരു ഭാവം, ഒരു സിറ്റുവേഷൻ, ഒരു മാനസിക സ്ഥിതിയിലായിരിക്കണം നമ്മൾ.
ഇത് ഞാൻ പാടിയ പാട്ടാണ്, ഞാൻ ഇങ്ങനെ പാടിയിരുന്നു. ഇന്നാവുന്നില്ല. ഒരുപക്ഷെ നമുക്ക് ശ്വാസതടസ്സം വരാം, ശ്വാസകോശങ്ങളൊക്കെ എല്ലാം വീക്കായിക്കൊണ്ടിരിക്കില്ല ശരീരം. നമ്മളൊന്നും റീപ്ലേസ് ചെയ്യുന്നില്ലല്ലോ. ഓരോ ശരീരഭാഗങ്ങളും പ്രായത്തിനനുസരിച്ച് അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അല്ലാതെ എനിക്കാവുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നടക്കാനും ഇരിക്കാനും അത്യാവശ്യ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനും ചെറിയൊരു വാഹനം ഓടിക്കാനൊക്കെ സാധിക്കുമെങ്കിൽ അതിനെ മെല്ലെ മെല്ലെ തുടർന്നിട്ട് ആ കഴിവുകൾ നമ്മൾ ലൈവായി വെക്കുകയും അതിൽ നമ്മൾ സന്തോഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതേ സമയത്ത് അതും നമ്മൾ ഉപയോഗപ്പെടുത്താതിരുന്നാൽ ഒരുപക്ഷെ മെല്ലെ മെല്ലെ ആ കഴിവ് പോലെ നമ്മൾക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പം നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. അപ്പം അതിനെ നമ്മൾ ഒന്നും കൂടി പൊടി തട്ടിയെടുത്ത് ഉഷാറാക്കി വെക്കാൻ ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലേ, ഇപ്പം നമ്മൾ കാണുന്ന വലിയ പ്രായമുള്ളവരൊക്കെ നല്ല സ്മാർട്ടായിട്ടും പക്ഷെ പ്രായം കുറഞ്ഞവരൊക്കെ തീരെ ഉണങ്ങിയ പോലെയും അല്ലെങ്കിൽ ഉറങ്ങിയ പോലെയൊക്കെ കാണണം. ഒക്കെ മനുഷ്യൻ്റെയൊക്കെ ഒരു മെൻ്റൽ സ്റ്റേറ്റാണ് പൊതുവെ അതിനൊക്കെ കാണിക്കുന്നത്. മാനസികമായിട്ട് നിങ്ങൾ നല്ല ഉറച്ചവരാണെങ്കിൽ, എന്താണ് നല്ല സ്ട്രോങ് ആളാണെങ്കിൽ, മെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റും. ചെറിയ ചെറിയ ഫീലിങ്സ് ഒന്നും നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് വേണ്ടത്. ഏത് സാഹചര്യത്തിനെയും അതേപോലെ തരണം ചെയ്യാനും അതിൽ വിജയിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അന്ന് ചെയ്ത പോലെ ഇന്ന് സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വിഷമിക്കുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരൂ, നിങ്ങളെ തിരിച്ചറിയൂ, നിങ്ങൾ സ്വയം മനസ്സിലാക്കൂ, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ചിന്തയിലൂടെ മുന്നോട്ട് പോയിട്ട് ഈ നഷ്ടബോധങ്ങളൊക്കെ മറന്നിട്ട് ഭൂതകാല സ്മരണകളിൽ നിങ്ങൾ ഒന്നുകൂടി ഊർജ്ജസ്വലരാകും. അത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാവണം. അല്ലാതെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചല്ല, ഞാൻ എന്തൊക്കെ നേടിയെന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കും. നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ ഒരുപാട് സന്തോഷിക്കാനുണ്ട്. പിന്നെ നഷ്ടപ്പെട്ടത് നമ്മുടേതല്ലായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു സമയപരിധി ഉണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവലാലിപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ നിമിഷത്തിലെ ഈ നിമിഷത്തെ സന്തോഷം പോലും നഷ്ടപ്പെടുത്താതെ ബി ഹാപ്പി ഓൾവേസ്. ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ. നാളത്തെ പ്രഭാതം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മളിവിടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു വേറെ വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പുനെ.